ഇന്ന് നമ്മൾ കോഴിക്കോടിൻ്റെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള കൊച്ചിക്കോയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരമുറി തേങ്ങ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനെ കൊണ്ട് 2 പാലുണ്ടാക്കിയെടുക്കണം. അപ്പോൾ 1-ാം പാലും 2-ാം പാലും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 1-ാം പാൽ നമ്മൾ അധികം വെള്ളം ഒഴിക്കാതെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ അരിച്ച ഒരു ചണ്ടിയിലേക്ക് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു കൊച്ചിക്കോഴി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ, പിന്നെ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പൊതുവേ ആ ഒരു കൊച്ചിക്കോഴി ഉണ്ടാക്കുന്നത്. ഗസ്റ്റ് എല്ലാവരും കൂടെ ഒത്ത് വരുന്ന സമയത്ത് രസമായിട്ട് കഴിക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മളിത് കുറച്ച് ചെറിയ പഴം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഞാലിപ്പഴം പഴം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈസൂർ പഴം ആണെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 2 പഴം ഇങ്ങനെ പകുതിയായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 15 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്. ഇതിവിടെ വീട്ടിലുണ്ടായിട്ടുള്ള പഴം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് പഴുത്തിട്ടില്ല. അപ്പോൾ നല്ല പഴുത്ത പഴമാകുമ്പോൾ നല്ല പെട്ടെന്ന് തന്നെ അങ്ങനെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ എൻ്റെ മോനാണ് കേട്ടോ എനിക്കിങ്ങനെ സ്മാഷ് ചെയ്ത് തരുന്നത്. അവന് കൊച്ചിക്കോഴ ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് പഴം ഇങ്ങനെ പഴുത്ത് തുടങ്ങിയപ്പോൾ തന്നെ പറയുന്നുണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പഴമൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് പഞ്ചസാര, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, ചെറിയൊരു പീസ് ഇഞ്ചി ഇങ്ങനെ ചതച്ചിട്ട് അതിൻ്റെ നീര്, പിന്നെ ഞാനിവിടെ ഏകദേശം 1 കപ്പോളം പശുവും പാൽ, പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലിലെ കട്ടിയുള്ള അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു ബാക്കി തേങ്ങാപ്പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആ ഒരു പഞ്ചസാരയും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റോക്ക് സാൾട്ടാണ് കേട്ടോ. അതാണ് ഒരു ചെറുതായിട്ടൊരു പിങ്ക് കളറ്. അപ്പോൾ ഞാനിതിലേക്ക് ആ ഒരു ബാക്കി 1-ാം പാലിലെ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് 2-ാം പാലോടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പാകത്തിനാക്കി എടുത്ത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് അവിലെടുത്തിട്ടൊന്നിങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പം വറുക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ അങ്ങനെ ആകുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ക്രിസ്പി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലേറ്റിലേക്ക് ആദ്യം അവിലൊന്നിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് നന്നായിട്ട് തന്നെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സ്പൂണൊന്നും ഉപയോഗിക്കാതെ തന്നെ കൈ കൊണ്ട് തന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ കേട്ടോ. അപ്പം ചിലർ ഇതിൽ ചെറുനാരങ്ങ നീര് ചേർക്കാറുണ്ട്, ചിലർ ഇഞ്ചിനീരും ചെറുനാരങ്ങ നീരും രണ്ടും മിക്സ് ചെയ്തും ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ മോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവൾ കഴിച്ചിട്ട് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ലതാണ് കേട്ടോ, നമുക്ക് ഹെൽത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.